ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ടെറസ് കിച്ചണിലെത്തിയിരിക്കുകയാണ്. എത്ര പേരാണെന്നറിയോ ടെറസ് കിച്ചൺ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടെറസ് കിച്ചൺ ആണെങ്കിൽ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. സത്യമാണ് കേട്ടോ. ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർന്നോന്ന് ചോദിച്ചാൽ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. റൂഫിന് കുറച്ച് ചോർച്ചയുണ്ടായിരുന്നു, ഫാൾസ് റൂഫുണ്ട്. അപ്പോൾ മഴക്കാലമൊക്കെ വന്നപ്പോൾ ഇച്ചിരി ചോർച്ചയൊക്കെ ആയി. അതിന് മുന്നേ തന്നെ കുറച്ച് എലിയുടെ ശല്യം വന്നു, അതുവഴിയൊക്കെ എലി അകത്ത് കടന്നു. അപ്പോൾ ഇതിനെല്ലാം പിടിച്ച് തട്ടിക്കളഞ്ഞു, ഓൾ എലീസ്. അപ്പോൾ അതെല്ലാം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് കുറച്ച് ക്ലട്ടേർഡാണ്. നമ്മൾ ഈ റൂമിൻ്റെ ഹോൾ തിങ് ഉപയോഗിക്കുന്നില്ല. ആക്ച്വലി ഒരു പകുതി നമുക്ക് സ്റ്റോറേജ് പ്ലേസ് പോലെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഭാഗമെല്ലാം നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല. മറ്റേ വേനലിൽ ഒരു രക്ഷയില്ല. ഈ റൂഫ് ഷീറ്റാണ് ഏറ്റവും മുകളിൽ. അപ്പോൾ അതുകൊണ്ട് നല്ല ഇപ്പോൾ ഫാൾസ് റൂഫിങ് ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് എത്ര എ സി ഉണ്ടെന്ന് പറഞ്ഞാലും അൺസൈക്കബിൾ ആയിരുന്നു ഇവിടെ. അത് മറ്റൊരു റീസൺ ആയിരുന്നു. അപ്പോൾ മഴക്കാലമായപ്പോൾ കുറച്ച് ചോർച്ചയായി. പിന്നെ എനിവേ ഇപ്പോൾ എല്ലാം സെറ്റ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പുഡിങ്സ് ഉണ്ടാക്കിയാലോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് കുറച്ച് പുഡിങ്സും കൂടെ ചേച്ചി ഉണ്ടാക്കും പ്ലീസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും ഈ കിച്ചണിൽ നിന്ന് കുറച്ച് പുഡിങ്സൊക്കെ ഉണ്ടാക്കാനുള്ള കംഫർട്ട് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പുഡിങ്ങിൽ നിന്ന് തുടങ്ങാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. പുടുമോൾക്ക് ഈ കിച്ചനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. കാര്യം കയറി വരുന്നതൊക്കെ സ്റ്റെപ്സൊക്കെ കയറി ഗാർഡൻ വരെ ആൾ വന്നിട്ടുള്ളൂ. ഗാർഡൻ ആൻഡ് കിളിക്കൂട്, ഇതിന് മേളിലേക്കുള്ള സ്റ്റെപ്സ് പുള്ളിക്കാരിയുടെ ജൂറിസ്ഡിക്ഷന് വരുന്നില്ല. അങ്ങോട്ട് കയറാനായിട്ട് ഞാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ആ കയറുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു കിച്ചൺ ഉണ്ടെന്ന് അറിയുകയും ബാക്കിലത്തെ ടെറസ് കാണുകയൊക്കെ ചെയ്ത് അവിടെയൊക്കെ കുറച്ച് സേഫ് അല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ കയറി വരുന്ന പടിയാണെങ്കിൽ എത്തി നോക്കും, അതൊക്കെ ഭയങ്കര പേടിയാണ് എനിക്ക്. അത് കാരണമാണ് ഞാൻ മേളിൽ കാണിക്കാത്തത്. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി അറിയാതെ വന്നിരിക്കുകയാണ്, ആൾ താഴെയുണ്ട്. ഓക്കെ, കള്ളമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട് ഡോർ വഴിയൊക്കെ ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എനിവേ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണ കാര്യം എന്താണെന്ന് പറയാം. ഇതൊരു ഫ്രഞ്ച് ഡെസേർട്ടാണ്. ഇതിൻ്റെ പേര് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബ്ലൂമോഞ്ച് എന്നാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ബ്ലൂമോഞ്ച് എന്നാണ് അതിൻ്റെ ആ പ്രൊനൗൺസിയേഷൻ പറയുന്നത്. സ്പെല്ലിങ് വെച്ച് നമ്മൾ പ്രൊനൗൺസ് ചെയ്താൽ ഇതൊന്നുമല്ല കേട്ടോ, BLAC അങ്ങനെ വരുന്നത്. ബ്ലൂമോഞ്ച് എന്നാണ് അതിൻ്റെ ഒരു എനിക്കറിയുന്ന രീതിയിലുള്ളൊരു പ്രൊനൗൺസിയേഷൻ. അങ്ങനെയാണ് ബ്ലൂമോഞ്ച് മാത്രമല്ല, അതിൻ്റെ കൂടൊപ്പം ഞാനൊരു വാനില സോസും കൂടി ചേർത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്ലൂമോഞ്ച് വിത്ത് വാനില സോസ്. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വളരെ വളരെ സിമ്പിളാണ്, പക്ഷേ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും, ടേസ്റ്റ് ആണെങ്കിലും ഗംഭീരമാണ്. അപ്പോൾ ഇതിന് വേണ്ടത് ഇതിപ്പോൾ 2 കപ്പ് പാൽ, ഇതിലും 1/2 കപ്പ് പാൽ കപ്പിലും വെച്ചിരിക്കുക. അപ്പോൾ ടോട്ടൽ 2.5. ഈ 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലോർ മിക്സ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. കോൺഫ്ലോർ 4 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കണം. ഹീപ്ഡ് ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. പിന്നെ ഷുഗർ ആണെങ്കിലും ഒരു 4 ടേബിൾ സ്പൂൺ നിറച്ച് ഷുഗറും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തതോ ഗ്രേറ്റ് ചെയ്തതോ ആകാം. പിന്നെ വാനില എസൻസ്, അത് രണ്ടാമത്തെ സ്റ്റേജാണ്. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പാല് നമുക്ക് തിളപ്പിക്കാനായിട്ട് ഒഴിച്ച് വയ്ക്കാം. അടുപ്പ് കത്തിച്ച് കുറേ നാളായി ഇവിടുത്തെ അടുപ്പെല്ലാം കത്തിച്ചിട്ട്. എന്തായാലും വർക്കിംഗ് കണ്ടീഷനാണ്, കുഴപ്പമില്ല. ഇതിലിപ്പോൾ 2 കപ്പ് പാലൊഴിക്കുന്നു. തിളയ്ക്കാറാകുമ്പോൾ ഇടയ്ക്കിളക്കി കൊടുക്കാം. അതേസമയം ഇവിടെ ഒരു കാര്യം എന്താ, കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ഹീപ്ഡ് ടേബിൾ സ്പൂൺ, അതിലേക്ക് പാല് 1/2 കപ്പ് ഒഴിച്ചിട്ട് നല്ലൊരു സ്ലറി ഉണ്ടാക്കുക. ഓക്കെ, പാല് ഓൾമോസ്റ്റ് ബോയിലിംഗ് പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ ഈ കോൺഫ്ലോർ മിശ്രിതവും കൂടി ചേർത്ത് കൊടുക്കും. ഇതിപ്പോൾ കട്ടയില്ലാണ്ട് ഇങ്ങനെ തന്നെ എടുക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ പാലെപ്പോഴും ഒന്നുകിൽ റൂം ടെമ്പറേച്ചർ ആകണം, അല്ലെങ്കിൽ തണുത്ത പാലായിരിക്കണം. ചൂട് പാലെടുത്ത് ഇങ്ങനെ കോൺഫ്ലോറിലേക്ക് ഇട്ടാൽ കട്ട പിടിക്കും, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ 2 കപ്പ് പാലിലേക്ക് 4 ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാരയും ചേർക്കുന്നു. ഓക്കെ, അതായത് അളന്ന് വെച്ചതാണ്, എങ്കിലും നിങ്ങളുടെ ഒരു അറിവിലേക്ക്. ഇപ്പോൾ ഏതാണ്ട് ബോയിലിംഗ് പോയിൻ്റ് എത്തുമ്പോൾ നമ്മുടെ കോൺഫ്ലവർ മിശ്രിതവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് ഒരു ബോയിലിംഗ് പോയിൻ്റ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ കോൺഫ്ലവർ സ്ലറി 1/2 കപ്പ് പാലിൽ 4 ടേബിൾ സ്പൂൺ നിറച്ചെടുത്താണ് കോൺഫ്ലവർ മിശ്രിതം ചേർത്ത് കൊടുക്കാം. കൈയെടുക്കാണ്ട് ഇളക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരും. എപ്പോഴും തടിത്തവിയായിരിക്കും ബെറ്റർ ഇങ്ങനത്തെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സിലിക്കോണിൽ ഈ ഷേപ്പിലേക്കുള്ള തവിയാണെങ്കിൽ ഓക്കെ. കട്ട പിടിച്ച് തുടങ്ങുന്നു. തീ ഒരല്പം കുറയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ തിക്കായി വരുന്നതാണ്. നോക്കിക്കോളൂ, അതൊരു സ്മൂത്തായിട്ട് ആകണം. കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി, എല്ലാം സ്മൂത്താകും. അതിങ്ങനെ ലംസായിട്ടാണ് അത് സ്മൂത്താകുന്നത്. പക്ഷേ ഇങ്ങനെ കട്ട പോലെ തോന്നി തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത് പെട്ടെന്ന് കട്ട പിടിക്കുമോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ ഒന്നുമില്ല, ഞാൻ കാണിച്ചു കണ്ടില്ലേ. കണ്ടിന്യൂസ്ലി സ്റ്റാർ ചെയ്യുക. അതിങ്ങനെ അപ്പോൾ ചെറിയ തീയിലിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ല. കോൺഫ്ലോർ മിശ്രിതം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തീ അല്പം കുറച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്റ്റാർ ചെയ്യുമ്പോൾ അത് കാണുന്നുണ്ടല്ലോ, ഈ ഒരു രീതിയിലേക്ക് വരും. ഒരു
ഇതുമില്ല, സ്മൂത്തായിട്ട് കിട്ടും. ഇനി തീ ഓഫ് ചെയ്തിട്ട് ദേ മാറ്റി വയ്ക്കാം. ഇനി ഈ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ ചോക്ലേറ്റിൻ്റെ മിശ്രിതം കൂടി ചേർക്കാം. ഓക്കെ, ഏകദേശം ഒരു 3/4 കപ്പെന്ന് പറയാം. അതായത് നമ്മളൊരു 100 grams ഓഫ് ചോക്ലേറ്റ് കോമ്പൗണ്ടിൻ്റെ വലിയ പാക്കറ്റിൽ നിന്ന് ഞാൻ കഷ്ണങ്ങളായി എടുത്താണ് ഇപ്പോൾ. പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക, കാഡ്ബറീസ് പോലുള്ള ചോക്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് വേണ്ടി ഒരു വലുത് മേടിക്കണം എന്നില്ല. അപ്പോൾ അതും കൂടി നന്നായിട്ട് ഇത് ആ ഒരു ചൂടിൽ മെൽറ്റായി ഇതിലേക്ക് യോജിച്ച് കിട്ടും. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മളത് മോൾഡിലേക്ക് മാറ്റണം. തണുക്കാനൊന്നും സമയം കൊടുക്കരുത്. പിന്നെ കുറച്ച് വാനില എസൻസ്, കാര്യം തണുത്ത് കഴിഞ്ഞാൽ അത് ആ മോൾഡിൻ്റെ ഷേപ്പിലേക്ക് അങ്ങ് മാറും. വാനില എസൻസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇനി മോൾഡിലേക്ക് മാറ്റാം. ഒരു മോൾഡിലേക്ക് ഒന്നുകിൽ ഇങ്ങനത്തെ മോൾഡാകാം, അതല്ലെങ്കിൽ ഇത് ഈ ഷേപ്പിലുള്ള മോൾഡിലായാലും ഭംഗിയുണ്ടാകും. ഇത് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മാറ്റിയത്. കുറച്ചുകൂടെ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഈ മോൾഡിലാണെങ്കിലും ഓക്കെയാണ്, ജെല്ലി മോൾഡ്. അപ്പോൾ മോൾഡിലേക്ക് മാറ്റി പാത്രം കഴുകാനും വെച്ചു. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പുറത്തിരുന്നാലും സെറ്റാകും. സെറ്റായി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി, അതല്ല ഒന്ന് കൂളായി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും ഓക്കെയാണ്. തണുത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇനി അതിനോടൊപ്പം എന്താ വേണ്ടത്, ഇത് ഡീമോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം മേൽഭാഗം ഇമ്പോർട്ടൻ്റ് അല്ല, കമിഴ്ത്തി ഇടുമ്പോൾ അതിൻ്റെ അടിഭാഗമാണ് കാണാൻ ഭംഗി ഉണ്ടാവേണ്ടത്. ഇനി വേണ്ടതൊരു വാനില സോസ്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് റെഡിയാണ്. ഓക്കെ, അതും കൂടി ഇതൊരു സൈഡിലിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിക്കോളാം. ഇനി നമുക്ക് വാനില സോസ് ഉണ്ടാക്കാം. അതിന് വേറെ ഒന്നും വേണ്ട. അതായത് ഒരു 1/2 tin കണ്ടൻസ് മിൽക്ക് എടുക്കുക, ഒരു 1/2 കപ്പ് പാലെടുക്കുക, പിന്നെന്താ ഒരു 4 ടീസ്പൂൺ മതി, 4 ടീസ്പൂൺ കോൺഫ്ലവറും ഒരു 1/4 കപ്പ് വെള്ളം, പിന്നെ വാനില എസൻസും ബട്ടർ, ഒരു 50 gram ബട്ടർ. ഇപ്പം നോക്കിക്കോളൂ, ഇതിപ്പോൾ 4 ടീസ്പൂൺ കോൺഫ്ലവർ ഞാനൊരു ബൗളിലെടുത്തു. കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു സ്ലറി ഉണ്ടാക്കാം. ഇത് പാലിലല്ല ഉണ്ടാക്കുന്നത്, അല്ലാതെ നമ്മൾ കലക്കാനായിട്ട് പാലെടുക്കുന്നില്ല, ജസ്റ്റ് വാട്ടർ. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇതൊരു സൈഡിലിരിക്കട്ടെ. ഇനി ഈ പാത്രത്തിലേക്ക് ഒരു 1/2 ടിന്നോളം കണ്ടൻസ് മിൽക്കും 1/2 കപ്പ് പാലും, ഓൾറെഡി മധുരം ഉണ്ട്, നമുക്ക് ഇച്ചിരി കൂടെ സ്വീറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ ഷുഗർ അല്പം കൂടി ചേർക്കണം. ഒരു 4 ടീസ്പൂൺ വരെ പറയുന്നു, നോക്കിയിട്ട് ചേർത്താലും മതി. ഇപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ ആദ്യം ചേർക്കാം. പിന്നെ ഇതിൻ്റെ കൂടൊപ്പം ബട്ടർ, ഒരു 50 gram ബട്ടറും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കാം. ഇവിടുത്തെ ലൈറ്റർ നോക്കിയേ, ബിഗ്. ഇത് ആക്ച്വലി ഓട്ടോമാറ്റിക് ആയിരുന്നു ഈ ഒരു കുക്കിംഗ് റേഞ്ച് അടുപ്പെല്ലാം. പക്ഷെ അതിൻ്റെ ഓട്ടോമാറ്റിക് എല്ലാം പോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ നമ്മൾ ലൈറ്ററോ തീപ്പെട്ടിയോ ഒക്കെ വെച്ച് തന്നെ കത്തിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമുക്ക് ചൂടാക്കുമ്പോൾ തന്നെ അപ്പോൾ ഒരു ബോയിലിംഗ് പോയിൻ്റ് എത്താറാകുമ്പോഴാണ് നമ്മൾ കോൺഫ്ലവർ കലക്കിയത് ചേർക്കാൻ പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ ബട്ടറും കൂടി ഇട്ടിട്ടുണ്ട്, എല്ലാം കൂടി ചേർന്ന് ഒന്ന് ചൂടായി വരട്ടെ. അപ്പം ബട്ടറൊക്കെ മെൽറ്റാവും. കുറേശ്ശെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്, കംപ്ലീറ്റ് മെൽറ്റാകട്ടെ. എന്നിട്ട് നമുക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് ഉപയോഗിക്കാം. ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ ടെറസ് കിച്ചൺ. കാര്യം ഇവിടെ കംഫർട്ടബിളാണ്. നമ്മൾ ഒരു ദിവസം തന്നെ നമുക്ക് 3-4 എപ്പിസോഡൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്തിങ്ങനെ കയറിയാൽ ഒരു ഡിസ്റ്റർബൻസും ഒരു ശബ്ദമോ ഒന്നുമില്ല. നമ്മൾ ഇതിനകത്തൊരു ക്ലോസ്ഡ് റൂമിൽ ഒന്ന് സുഖമായിട്ട് വർക്ക് ചെയ്യാം. മാത്രമല്ല നിറയെ സ്പേസ് ഉണ്ട്. വർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ ധാരാളമാണ്. സ്റ്റോറേജ് സ്പേസും ഉണ്ട്, വർക്കിംഗ് സ്പേസും ഉണ്ട്. ഇങ്ങനെ ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വാഷിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും കംഫർട്ടബിളാണ്. കുറച്ച് മോഡേൺ കിച്ചണാണ്, ബട്ട് ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് എല്ലാ ടൈപ്പ് കിച്ചനും, എൻ്റെ കൊച്ചടുക്കളയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാജിക് ഓവൻ കിച്ചനും ഇഷ്ടമാണ്. എല്ലാം നമുക്ക് കംഫർട്ട് കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ കംഫർട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കതൊരു ഇഷ്ടം കൊണ്ട് നമ്മൾ പിന്നെയും ചെയ്യാം. അത് വേറൊരു സന്തോഷമാണ്. ചെറിയ സ്ഥലത്ത് നിന്ന് കുക്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, അത്. പക്ഷെ നമ്മൾ ഡെയിലി കുക്ക് ചെയ്യുന്നത് ആ കുഞ്ഞടുക്കളയിലാണ്. ഇത് ഞാൻ പറഞ്ഞത് ഒരു ഷോ പോലെയോ അല്ലെങ്കിൽ നമ്മളൊരു കുക്കറി ഷോ പോലെ ചെയ്യാനും അതിനൊക്കെ പറ്റിയതാണ്. ഒരു ആർട്ടിഫിഷ്യൽ സെറ്റല്ല, ഒറിജിനൽ സെറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഇവിടെ നല്ല ചൂടായി. ഇനി നമുക്ക് ആ കോൺഫ്ലവർ കലക്കിയ സ്ലറി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തീ കുറയ്ക്കാം, എന്നിട്ട് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ തിക്കായി വരും.
ഇതൊരു വാനില സോസാണ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു സോസി ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഭയങ്കര കട്ടിയല്ല, ചെറിയൊരു സോസി, ഒഴിക്കാൻ പറ്റുന്നൊരു പാകം, കുറുകിയ ഒരു പാകം, സോസ് പോലെ. 4 ടീസ്പൂൺ കലക്കിയതും ഒഴിച്ചു കഴിഞ്ഞു. ഒരു സോസി സ്റ്റൈലിലേക്ക് മാറാൻ പോകണം. കാണുന്നുണ്ടല്ലോ അതെ. അപ്പോൾ ഇങ്ങനെ ഒരു തിക്കനിങ് ഒരു പ്രോസസ്സായി കഴിഞ്ഞാൽ നമുക്കിനി വേണ്ടത് എന്താണ്? ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാവണം. അപ്പോൾ അതനുസരിച്ചിട്ട് പാലൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ 1/2 കപ്പ് പാലാണ് ഒഴിച്ചത്. ഇപ്പം ഞാനൊരു 3/4 കപ്പ് പാൽ എൻ്റെ കയ്യിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ആവശ്യാനുസരണം ഒഴിച്ചൊരു സോസി ടെക്സ്ചർ, സോസി ആയിക്കഴിഞ്ഞു. ഇനി അത് ആ ഒഴിക്കുന്നൊരു പോറിങ് കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാം. കാര്യം ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് തിക്കാകും. അതനുസരിച്ചിട്ടാണ്, നമ്മളിത് തണുപ്പിച്ചിട്ടാണല്ലോ കഴിക്കുന്നത്. ഇതിപ്പോൾ ഇത്രയും ബോറിങ് ആയി, പക്ഷേങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ വേണം എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ടോട്ടൽ വീണ്ടും ഞാൻ 1 കപ്പ് പാലും കൂടി ഒഴിച്ചു. അപ്പോൾ ടോട്ടൽ പറഞ്ഞാൽ 1.5 കപ്പ് പാലാണ് നമ്മൾ ഉപയോഗിച്ചത്. 1/2 ടീൻ കണ്ടൻസ് മിൽക്കും. കാര്യം ഇത് ഇരിക്കും തോറും അത് കുറച്ചൊന്നുകൂടെ തിക്കറാവും. കുറച്ച് തിക്കായിരിക്കും, തീരെ ലൂസല്ല തീരെ തിക്കുമല്ല. നമ്മളൊരു കസ്റ്റേർഡ്, ഇപ്പോൾ ഫ്രൂട്ട് സലാഡ് വിത്ത് കസ്റ്റേർഡൊക്കെ കഴിക്കില്ലേ, അതുപോലെ. ഓക്കെ, ദിസ് വിൽ ബി ഇനഫ്. ദിസ് ഇസ് എ പോറിങ് കൺസിസ്റ്റൻസി ബട്ട് തിക്ക്, മതിയാകും. അങ്ങനെ ടോട്ടൽ 1 കപ്പ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പരിപാടി. ഇനി ഇങ്ങോട്ട് മാറ്റുന്നു. തണുക്കുന്ന വരെ ചെറുതായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ ഇതിലേക്ക് നമ്മളിത് വാനില സോസാണ്, അപ്പോൾ വാനില എസെൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നാലേ ആ വാനിലയുടെ ഒരു മണം കിട്ടുള്ളൂ. ഓക്കെ, 1/2 ടീസ്പൂൺ വാനില എസെൻസ്. ഒരു കസ്റ്റേർഡി കൺസിസ്റ്റൻസിയാണ്, കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ മതി. ഓക്കെ, സോ ദ വാനില സോസ് ഇസ് ഓൾസോ റെഡി. ഇതും നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 കാര്യങ്ങൾ റെഡി. ദാറ്റ് ഈസ് ദ ബ്ലൂ മോഞ്ച് പുഡിംഗ്, ദ ഫ്രഞ്ച് പുഡിംഗ് ആൻഡ് ദി വാനില സോസ്. അപ്പോൾ ഇതിനിപ്പോൾ ഒന്ന് കൂളായിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കുന്നു തണുക്കാനായിട്ട്. തണുക്കൽ മാത്രമല്ല, ഒന്ന് സെറ്റായിട്ട് വരും. ഓക്കെ, ഇനി ഇതൊന്ന് കൂളായി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കും. ചില്ലിങ്, ദാറ്റ്സ് ഓൾ. വാവ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് പുഡിംഗ് സെറ്റായിട്ടുണ്ടാവും. നോക്ക്. ഞാൻ പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടി ആദ്യത്തെ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചു, ഒരു അരമണിക്കൂർ. അപ്പോൾ ഫാസ്റ്റായിട്ട് സെറ്റായി. അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ എടുത്ത് വെച്ചിരുന്നു. ഓക്കെ, വാനില സോസും നമ്മുടെ പുഡിങ്ങും ഓൾസോ റെഡി. ഓക്കെ, അത് അടച്ചു വെച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ക്ലിങ് ഫിലിം കൊണ്ട് കവർ ചെയ്ത് വെച്ചാൽ മതി. എന്താണെങ്കിലും കവർ ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഇത് ഡീമോൾഡിങ്, അത്രേ ഉള്ളൂ. ഞാനൊരു കറുത്ത പ്ലേറ്റ് തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കാണാമല്ലോ ആ കോൺട്രാസ്റ്റ്. നമ്മുടെ പുഡിങ് നോക്കിയേ, ഇങ്ങനെ ഇളകി വരുന്ന ആ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ബ്ലൂ മോഞ്ച്, ദിസ് ഇസ് അവർ ബ്ലൂ മോഞ്ച് പുഡിങ്. ഓക്കെ, പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്യാം. നിങ്ങൾ ഏത് മോൾഡിലാണോ വയ്ക്കുന്നത് ആ മോൾഡിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ആ ഷേപ്പിൽ തന്നെ കിട്ടും. സൈഡിലോട്ട് ഇച്ചിരി ആയിപ്പോയി, സാരമില്ല. ഓക്കെ, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, യാ, നോ ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി. മോഞ്ച് ഈസ് റെഡി ആൻഡ് വാനില സോസ്. വാനില സോസിനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇച്ചിരി കൂടെ തിക്കാവുന്ന ആ ഒരു രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സോസി തിക്ക് സോസ്. എന്താ ഒരു വിസ്ക് വെച്ചിട്ട് ഫൈനലായിട്ടൊന്ന് ഇങ്ങനെ ചെയ്താൽ മതി. നല്ലൊരു സോസി കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരിക്കും. കണ്ടല്ലോ, ആ മെഷർമെൻറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ ഫോളോ ചെയ്താൽ മതി. സ്മൂത്ത് സോസി, ദ വാനില സോസ്, രണ്ടും കൂടി ചേർന്ന് വരുമ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദ്. ഓക്കെ, ആക്ച്വലി പറഞ്ഞാൽ കുറച്ചൊരു പോർഷൻ എടുത്തിട്ട് ഒരു കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഇച്ചിരി ഒഴിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചുറ്റും സോസ് ഒഴിച്ചിട്ട് ഒരു പ്രസൻറ്റേഷൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ആക്ച്വലി നമ്മളിങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്താണ് കട്ട് ചെയ്തിട്ട് സോസും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ചോക്ലേറ്റ് കേക്ക് വിത്ത് ഐസ്ക്രീമൊക്കെ കൊടുക്കില്ലേ, അതുപോലെ.
അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഡിസേർട്ടായ ബ്ലൂമോഞ്ച് വിത്ത് ദ വാനില സോസ് റെഡിയായി. അടിപൊളിയല്ലേ? സൂപ്പർബാണ്. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഇത് പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ സോസ് ഇങ്ങനെ മുകളിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സോസിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഈ പുഡിംഗ് ഭാഗം ബ്ലൂമോഞ്ചിന് അങ്ങനെ ഭയങ്കര സ്വീറ്റ് അല്ല, ഒരു മോഡറേറ്റ് ആയിട്ട് സ്വീറ്റ്. അപ്പോൾ രണ്ടും കൂടി വരുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. നൈസ്. എനിക്ക് എന്ത് സന്തോഷം എന്ന് പറയുമ്പോൾ, ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പെർഫെക്ഷനിൽ വരുമ്പോൾ ഒരു സന്തോഷം വരില്ല. ആ ഒരു സന്തോഷത്തിലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്താലും ഇതേപോലത്തെ ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടും. ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇച്ചിരി കട്ട് ചെയ്ത് കഴിക്കട്ടെ. ഒരു ചെറിയൊരു പീസ് ഇരുന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകണം. ഓക്കെ, ഒരു ചെറിയ മാർക്ക് ചെയ്തിട്ട് വാവ്. ഇനി സോസ് നമുക്ക് സെപ്പറേറ്റ് അതിൽ നിന്ന് ഞാൻ എടുക്കുന്നില്ല, ഇതിൽ നിന്ന് എടുക്കാം, സെപ്പറേറ്റ് എടുക്കാം. ഇതിന് ഈ ഭാഗത്തേക്ക് സോസ് അകത്തേക്ക് പോയിക്കോളും. ഐ വിൽ ഫിൽ ഇറ്റ് വിത്ത് സോസ്. അതിൻ്റെ ഒരു ഭംഗി കളയണ്ട, കുറച്ച് എടുത്തു എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ബ്ലൂമോഞ്ച് എന്ന് പറയുമ്പോഴും അതിൻ്റെ സ്പെല്ലിങ് ഇങ്ങനെയാണ് വരുന്നത്, BLANCMANGE. ഓക്കെ, ഇറ്റ്സ് എ ഒരു ഫ്രഞ്ച് ഡെസേർട്ടാണ്. പറയുമ്പോൾ അത് ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ബ്ലൂമോഞ്ച്. BLA ആണ് സ്റ്റാർട്ടിങ്, BLANCMANGE ആണ് അതിൻ്റെ വേർഡിങ്സ് വരുന്നത്. ഇതാണ് നമ്മളുടെ പുഡിംഗ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ടേസ്റ്റ് ഇറ്റ്. ഇത് ടേസ്റ്റ് ബൈ ഇറ്റ് സെൽഫ് കാണിച്ചു തരാം. അതിൻ്റെ ടെക്സ്ചർ ഒരു ഇങ്ങനെ തുള്ളി നിൽക്കുന്ന ടെക്സ്ചറാണ്. ഓക്കെ, ഇനി ഇത് കുറച്ച് അത് മാത്രമായിട്ട് കഴിച്ചാൽ ഇത് കാണിച്ചു തരാം. വെരി ടേസ്റ്റി, ബട്ട് നോട്ട് വെരി സ്വീറ്റ്, വെരി ടേസ്റ്റി. സോസ് കൂട്ടി തന്നെ കഴിക്കണം. ഓക്കെ, സോസ് നോക്കിക്കോളൂ, നിറയെ സോസ്. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സോസ്. എനിക്കൊണ്ട് പുഡിങ്ങിനെക്കാട്ടിലും കൂടുതൽ അത്രത്തോളം സോസ് മുക്കി അതിലിങ്ങനെ മുങ്ങി കിടക്കുന്ന പോലെ കഴിക്കാം. നിറയെ എടുക്കുക. ഓക്കെ, ടേക്ക് മോർ സോസ് ആൻഡ് ദെൻ ഈറ്റ് ഇറ്റ്. നല്ല തണുപ്പിച്ചെന്നെ കഴിക്കുക. ഒരു അടിപൊളി ഡെസേർട്ടാണ് ഈ ഫ്രഞ്ച് ഡെസേർട്ട്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഡെസേർട്ട് ബ്ലൂമോഞ്ച് നമുക്ക് എന്താ പറയുക, ഏത് പാർട്ടിക്ക് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്ത് സെർവ് ചെയ്യാം. വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ എല്ലാ രീതിയിലും, അതായത് വെറുതെ നമുക്ക് മാത്രം കഴിക്കാനായിട്ട് ഉണ്ടാക്കി കഴിച്ചാലും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്താലും എല്ലാവർക്കും ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട. പിന്നെ ഫീഡ്ബാക്ക് തരാനും മറക്കണ്ട, കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി കൂടുതൽ പുഡിംഗ് റെസിപ്പീസ് ഞാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ stay tuned. Okay, thank you so much, thank you for watching and keep on watching Lashmina Vlogs. Love you all.